വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. എവിടെയൊക്കെയാണ് സ്വാധീനം ഉള്ളതെന്ന് എല്ലാവർക്കും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ പൊളിറ്റീഷ്യനൊന്നുമല്ല നോക്കാതെ തന്നെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണോ? ജനാഭിപ്രായം എന്തെന്ന് കേട്ടറിയാം. എന്തുകൊണ്ടായിരിക്കാം തൃശ്ശൂർ ഈ വട്ടം? അല്ല, അത് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് 1,16,000 വോട്ട് പൊതുപ്രവർത്തനം മതിയാക്കിയത്. അദ്ദേഹത്തിന് വോട്ട് ലഭിച്ചില്ല. അദ്ദേഹം നല്ലൊരു നേതാവല്ലാത്തത് കൊണ്ടായിരിക്കും വോട്ട് ലഭിക്കാതെ. പൊളിറ്റീഷ്യനൊന്നുമല്ല, ഉറപ്പും വളരെ നല്ലൊരു സോഷ്യൽ വർക്കറാണ് എൻ്റെ ഒരു ഭാഗം. പിന്നെ BJPയുടെ സംഘടനാപരമായിട്ട് കിട്ടിയ കുറെ വോട്ട്, അല്ലെങ്കിൽ ഇത്രയും കിട്ടൂല. അത് സുരേഷ് ഗോപി എന്നുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചാണോ അതോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ നേതൃത്വം? രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് ഒരു വ്യക്തി മാത്രം നിന്നാൽ ജയിക്കില്ലല്ലോ. വ്യക്തിത്വം പ്ലസ് പാർട്ടിയുടെ നേതൃത്വം നമ്മുടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടൂല. 74,000 വോട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സുരേഷ് ഗോപി പോലും ഓർത്തിരിക്കില്ല ഇത്രയും കിട്ടുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ല, ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് അയാൾ പോലും വിചാരിച്ചോളൂ. അതുകൊണ്ടാണല്ലോ അയാള് തൃശ്ശൂർ പോകാതെ തിരുവനന്തപുരത്തിന് ക്യാമ്പ് ചെയ്തത്. ഇന്നലെ എല്ലാം കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പോയത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയമായിട്ടാണ് നമുക്ക് ഇതിനെ കരുതാൻ സാധിക്കുന്നത്. ഇല്ല, കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച അതിനകത്തുണ്ട്. കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം TM പ്രതാപന് കിട്ടിയതിനെക്കാട്ടും 1,16,000 വോട്ട് കുറവാണ്. അതുപോലെ അന്ന് LDFന് കിട്ടിയ വോട്ട്, രാജാജി മാത്യുവിന് കിട്ടിയ വോട്ടിൽ നിന്ന് 13,000 വോട്ട് കൂടുതലാണ് കിട്ടിയത് സുനിലിന്. അപ്പൊ LDFന്റെ വോട്ട് അവിടെ തന്നെ നിന്ന് വർദ്ധിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ വോട്ട് എത്ര ചോർന്നു? ഇത് ആരെങ്കിലും അതിനെ മനസ്സിലാക്കിയാണ് K. മുരളീധരൻ ഒന്നാള് രാത്രി വരെ പത്രക്കാരെ മോഹം കൊടുക്കാതെ രാത്രി പത്രക്കാരെ സംസാരിച്ചത്. ഇനി ഞാൻ പൊതുരംഗത്തില്ല. അതൊരു പരാജയം കൊണ്ടൊരു പിന്മാറലല്ലേ? പരാജയത്തോടുള്ള ഒരു പിന്മാറലല്ലേ? രണ്ടാണ്. ഒന്ന് പരാജയം കൊണ്ടാവാം, ഇത് കൂടെ ഉള്ളവൻ ചതിക്കുമ്പോഴത്തേക്ക് പിന്നെ മാനസികം മുടക്കില്ല. പാർട്ടിയിലുള്ളവർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു എന്നുള്ള ഒരു തോന്നലാണല്ലേ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി? തോന്നലല്ല, ഇന്നലെ ഉച്ചയ്ക്കുള്ള വാർത്തയില് ഈ TM പ്രതാപനും ജില്ലാ സെക്രട്ടറിയും പോയപ്പോൾ ആൾ പറഞ്ഞല്ലേ, പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ DCC പിരിച്ചോട് അയാൾ പറഞ്ഞായിട്ട് മനോരമ ചാനലിൽ കാണിച്ചില്ലെന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം കൊണ്ടാണ്, വ്യക്തിത്വം കൊണ്ടുള്ളൊരു വോട്ടാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എല്ലാ പാർട്ടിക്കാരും പാർട്ടി നോക്കാതെ തന്നെ അവർക്ക് ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സാധ്യത ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഒരു മണ്ഡലം BJPക്ക് ഒരു ചാൻസ് ഉണ്ട്. വളരെ ഒരു നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. ഒരു കേരളത്തിലെ ഒരു മണ്ഡലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവര് പ്രവർത്തിച്ച് കാണിക്കട്ടെ എങ്ങനെയാന്നുള്ളത്. അവര് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മണ്ഡലം നിലനിർത്തി കൊണ്ടുപോവാ എന്നുള്ളതാണ്. വോട്ട് ചോർച്ചയൊക്കെ നടന്നെന്ന് പലരും പറയുന്നുണ്ട്, കോൺഗ്രസിൽ നിന്നുള്ള ഒരുപാട്. അല്ല, അത് എന്താന്ന് വെച്ചാല് അദ്ദേഹം മാത്രമല്ല പ്രവർത്തകരും നല്ല സജീവമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വ്യക്തിപ്രഭാവവും ആ ഒരു പാർട്ടിയുടെ നേതൃത്വമാണല്ലോ അദ്ദേഹത്തിന്റെ ഇത്രയും ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും അത് അദ്ദേഹം പല നല്ല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് പാർട്ടിയുടെ ബേസ് നമുക്ക് നോക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ പാർട്ടിയിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ വേറെ പാർട്ടിയിലുള്ളവർ പോലും ചിലപ്പോൾ വോട്ട് ചെയ്തിരിക്കാം. അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനം കൊണ്ട് തന്നെയാണ്, വ്യക്തിത്വം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ വട്ടം തൃശ്ശൂർ പിടിക്കാൻ നേടിയത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പാർട്ടിക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുമോ? അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കത്തില്ല. കാരണം വെച്ചാൽ ഈ പാർട്ടി എവിടെയൊക്കെയാണ് സ്വാധീനം ഉള്ളതെന്ന് എല്ലാവർക്കും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്. അപ്പൊ നമുക്ക് തൃശ്ശൂർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവത്തില്ല. അത് ഓരോ സ്ഥലത്തുള്ള അവിടുത്തെ പ്രവർത്തന രീതികളും മറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ വാർത്തകളിൽ കൂടെ അറിയുന്നതല്ലേ. അപ്പൊ നമുക്കത് അറിഞ്ഞൂടല്ലോ, അത് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. എന്നാലും നല്ല രീതിയിൽ ഒരു 95% നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടാണ് വിജയിച്ചത്. പ്രവർത്തനം കഷ്ടപ്പാടിന്റെ ഫലമാണിത് വിജയം. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു BJPയുടെ മുന്നേറ്റം? ഈ വട്ടം ഒരുപാട് സീറ്റ് നേടിയിട്ടുണ്ട്. അവസാന നിമിഷത്തിലാണ് ശശി തരൂരിന് മുന്നേറി 15,000-ത്തിലധികം വോട്ടുകൾ നേടി വിജയിക്കാൻ സാധിച്ചത്. ഓക്കെ, തിരുവനന്തപുരത്തെ കാര്യം നമുക്ക് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ 3 പാർട്ടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാവരും വളരെ നല്ല കഴിവുറ്റ നേതാക്കന്മാർ തന്നെയാണ്.
അപ്പൊ ഇത് ജനങ്ങളുടെ കയ്യിലാണല്ലോ ഇതെല്ലാം. അപ്പൊ ജനങ്ങള് ആ നിമിഷം തോന്നുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് എവിടെ ആർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല, മുൻകൂട്ടിയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാനൊരു പാർട്ടിയിൽ നിന്നാലും നമുക്ക് ഒരു ആളോട് ഇഷ്ടം തോന്നിക്കാനും ചിലപ്പോൾ നമ്മളവിടെ പാർട്ടി ചിലപ്പോൾ നോക്കുകയെന്നില്ല, ആ വ്യക്തിയെ ചിലപ്പോൾ നോക്കും. ആ വ്യക്തിയെ കൊണ്ട് ഉപകാരമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ പാർട്ടി ചിലപ്പോൾ നോക്കത്തില്ല. അതാണ് ഇതിന്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ചുള്ള കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളവർ നല്ല പ്രവർത്തനം അല്ലേന്ന് ചോദിക്കും, ഇല്ല, അവർക്ക് അവരുടെ ശൈലിയിൽ അവർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്, പിന്നെ ഒരാൾ കുറച്ചുകൂടെ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഒരാളോട് ഒരു ഇഷ്ടം തോന്നാം. അപ്പൊ അതിന്റെ ബേസിലും ഇത് അങ്ങനെയും വരാം. അപ്പൊ ഇത് ജനങ്ങൾ പല ചിന്തകളും പല ചിന്താ രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയാണ് ആർക്കാണ് എങ്ങനെ വന്നെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂര് സുരേഷ് ഗോപി നേടിയത്. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. അത് തൃശ്ശൂര് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ ഒരു സ്വാധീനം കൊണ്ടാണോ? അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. മുൻകാലഘട്ടങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും പരാജിതനായി. അപ്പൊ ആ ഒരു വ്യക്തി മാത്രമല്ല നമുക്ക് പറയാൻ കഴിയില്ല. കാലഘട്ടത്തില് ഇയാളൊരു സ്വാധീനം കുറവായിരുന്നില്ല. ഇപ്പൊ കുറച്ചുകൂടെ അയാള് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പൊ ജനങ്ങളിലേക്ക് കൂടുതൽ കുറച്ച് ചെയ്തു കൊടുത്തപ്പോ ജനങ്ങളുടെ മനസ്സ് മാറി അങ്ങനെ വന്നതാ. ഒരു പാർട്ടിയുടെ ആ ഒരു സംഘടനാ ബലം അവിടെ പാർട്ടി വെച്ചിട്ടല്ല ജയിച്ചത്. വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. അതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. തൃശ്ശൂർ മണ്ഡലത്തില് സുരേഷ് ഗോപിയാണ് അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണോ ഇത്രയധികം ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചത്? അങ്ങനെ ചോദിച്ചാൽ രണ്ടും ഉണ്ട്. ഇപ്പോ ആൾ അത്യാവശ്യം പോപ്പുലർ ഒരാളാണല്ലോ പൊളിറ്റിക്സ് അല്ലെങ്കിലും തന്നെ. അപ്പോ അതിന്റെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ അതിനെതിരെ ഉള്ളൊരു തിരിച്ചടിയാണല്ലോ ഇത്രയും ഭൂരിപക്ഷം അവിടെ പറ്റില്ല. ഇവര് 2 വർഷമായല്ലോ ഇപ്പോ. അപ്പോ മറ്റേ കേരളത്തില് BJP ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോ ഒരു പുതിയൊരു പാർട്ടിക്ക് കൊടുത്തു നോക്കാമല്ലോ എന്നുള്ള നിലയിലാണോ? അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വൻപിച്ച ഭൂരിപക്ഷം എന്താണ് കൂടുതലായിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തി എന്നുള്ള നിലയിലാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷന് മുന്നേ തന്നെ പ്രധാനമന്ത്രി അമിത്ഷായും അടക്കം അദ്ദേഹത്തിന് വേണ്ടി വോട്ടിനും പല പരിപാടികൾക്കും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആ ഒരു ഇതും നമുക്ക് ഈ ഒരു ഇലക്ഷൻ അതുകൊണ്ടാണെന്ന് തോന്നണില്ല. ആള് ഓൾറെഡി പോപ്പുലർ ആണ്. പിന്നെ ആള് കുറെ നാളായിട്ട് ഇതിനു വേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ ബൂത്ത് ലെവലിലും എല്ലായിടത്തും ഒക്കെ പോയി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ക്യാമ്പയിനിങ് ഒക്കെ ചെയ്ത് ആണ് വന്നത്. അപ്പോ അതിന്റെ ഇതാണ് കണ്ടത്. നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും തൃശ്ശൂര് വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു വിജയം ഒരു വ്യക്തിപ്രഭാവം കൊണ്ടാണോ അതോ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണോ? എന്താണ് വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. മുൻപ് അദ്ദേഹം നിന്നിട്ടും പരാജിതനായിരുന്നല്ലോ. അപ്പൊ പാർട്ടിയുടെ ഒരു വൻ സ്വാധീനം ഈ വട്ടം അദ്ദേഹത്തിന്റെ ഇത്രയും വൻപിച്ച ഭൂരിപക്ഷം കിട്ടി ജയിക്കാൻ പാർട്ടിയുടെ സ്വാധീനം അല്ല, കഴിഞ്ഞ ഇലക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ഷനിൽ അദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം പാർട്ടിക്ക് ഉപരി അദ്ദേഹം ഒരുപാട് പേർക്ക് അല്ലാതെയും കുറെ ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പാർട്ടിയുടെ ബേസിലുകൊണ്ട് അദ്ദേഹം ജയിച്ചെന്ന് പറയാൻ പറ്റില്ല. പാർട്ടി ഒരു പാർട്ടാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി പറയുന്നത് വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അതെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ ആക്റ്റീവ്നെസ് പ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്രാവശ്യം നല്ലൊരു വിജയം ലഭിക്കാൻ കാരണം. ഇപ്പൊ അവിടെ വേറൊരു വ്യക്തിയാണ് നിന്നിരുന്നെങ്കിൽ ഇത്രയധികം വിജയത്തിലേക്കും ഇത്രയധികം ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത. അത് വ്യക്തി അടിസ്ഥാനപ്പെട്ടായിരിക്കും ഇരിക്കുക. കാരണം ആ വ്യക്തി എങ്ങനെ സമൂഹത്തിനോട് പെരുമാറുന്നു അല്ലെങ്കിൽ എങ്ങനെ മറ്റ് സൊസൈറ്റിയോട് സഹായം ചെയ്യുന്നു അനുസരിച്ചായിരിക്കും ആ വ്യക്തി വിജയിക്കുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി മറ്റു ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്തായാലും ഒരുപാട് പേർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അമിത്ഷായൊക്കെ വന്നിരുന്നു. ആ ഒരു ഇത് നമ്മുടെ ഈ ഇലക്ഷന് കാണാൻ അതും അതിന്റെ ഒരു പ്രഭാവം കൂടി ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ടായിരിക്കാം അത്രയും വലിയ വലിയ മുന്നണിയപ്പെട്ട ആൾക്കാർ അദ്ദേഹം സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതും അദ്ദേഹത്തിന്റെ വ്യക്തിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം വ്യക്തിപരമായിട്ട് അത്രയും നല്ലതായതുകൊണ്ടായിരിക്കും അവർ സഹായിക്കാൻ വന്നത്. കാരണം അത്രയും കാലിബറുള്ള ഒരാളായതുകൊണ്ടല്ലേ അവരും ഇങ്ങോട്ട് വരാൻ സാധിക്കത്തുള്ളൂ.
അപ്പൊ ഇനി അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു മുന്നേറ്റം, അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികൾ നമുക്ക് ഇനി തൃശ്ശൂർ കാണാൻ സാധിക്കും. തീർച്ചയായും കാണാൻ സാധിക്കും. തൃശ്ശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.